ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി അല്ലെങ്കിൽ മലയാള സെക്കൻഡ് കേരള പാഠാവലി എല്ലാ ടെക്സ്റ്റ് ബുക്കും മാറിയിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ പാഠഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഗവൺമെൻറ് ഇതുവരെയുള്ള ചോദ്യോത്തര മാതൃകയിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളൊരു അറിയിപ്പുമായിട്ട് വരുന്നത്. കൂടെ SCERTൻ്റെ സൈറ്റിനകത്ത് അതാ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ പല കുട്ടികളും ആകെ ഉത്കണ്ഠയിലാണ്. ഇതിപ്പോൾ എങ്ങനെ ചോദിക്കാൻ പോകുന്നത്? പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാത്ത കുട്ടികൾക്കും ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നും പഠിക്കുന്നവർക്ക് മാത്രം കുറച്ച് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഉത്തരങ്ങൾ ഉണ്ടെന്നും അപ്പോൾ ആ ലെവലിലേക്ക് എങ്ങനെ മാറണം എന്നൊക്കെ അറിഞ്ഞ് ആശങ്കയിലാണ് കുറേ കുട്ടികളെല്ലാവരും. എജിപ്പോർട്ടിൻ്റെ മക്കളാരും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ മാതൃക എന്ത് ചെയ്യുന്നു? ഞങ്ങളിതാ ആദ്യം പറഞ്ഞു തരുന്നു, പരിചയപ്പെടുത്തി തരുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഏത് ചോദ്യങ്ങൾ ഏത് രൂപത്തിൽ വന്നാലും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ് ആയിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അടിസ്ഥാന പാഠാവലിക്കകത്ത് നമ്മൾ വരുന്ന സമയത്ത് മാതൃകാ ചോദ്യപേപ്പർ നോക്കുക. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിനുള്ള ചോദ്യമായിരിക്കും. 1 മാർക്ക്. നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? മഴദേവന്റെ ഈ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം എന്താണ്? ഭാവം എന്താണ്? മനോഭാവം എന്താണ്? ഇത് വളരെ കാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ ഫോർമാറ്റ് അല്ല, നമുക്ക് ആദ്യമായിട്ടുള്ളതാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇതും പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ഏതാണ്? സൂര്യവെളിച്ചം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം എന്താണ്? അതായത് ഒരു വാക്ക് കൂടിച്ചേരുമ്പോൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുന്ന ചില പദങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാകും. 2 വാക്കുകളാണ്. സൂര്യനും സൂര്യന്റെ വെളിച്ചത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂര്യവെളിച്ചം. സൂര്യനും വെളിച്ചവും, സൂര്യനാകുന്ന വെളിച്ചം, സൂര്യന്റെ വെളിച്ചം. ഇത് കൃത്യമായിട്ട് അർത്ഥം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഉത്തരം സെറ്റായി. പഴയ രീതി തന്നെയാണ്. മഴയും പൊട്ടി വീണു. അടിവരയിട്ട പദം നൽകുന്ന അർത്ഥസൂചന എന്താണ്? അർത്ഥസൂചന ഇത് പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്. അർത്ഥങ്ങളൊക്കെ പൊട്ടി വീണു എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പെയ്തു എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം. നമുക്ക് സ്കോർ ചെയ്യാം. ഇത് നമുക്കൊരു പുതിയൊരു മാതൃകയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗത്തിന് യോജിച്ച പ്രസ്താവന ഏതാണ്? കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗത്തിന് യോജിച്ച പ്രസ്താവന. 1, കാട്ടുതീ പടർന്നപ്പോൾ കുരുവി തീ അണയ്ക്കാൻ ശ്രമിച്ചു. ശരിയാണ്. അപ്പം നമ്മളിവിടെ ടിക്കറ്റ് വെച്ചു. മഴദേവൻ തീ അണയ്ക്കാൻ കുരുവിയെ സഹായിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ കളിയാക്കല്ലേ ചെയ്തത്. അപ്പം അത് തെറ്റാണ്, നമ്മൾ ചിന്തിക്കേണ്ട. മഴദേവന്റെ വാക്കുകൾ കേട്ട് കുരുവി തൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു. മഴദേവൻ പരിഹസിച്ചു. നീ എന്ത് ചെയ്യാനാണ്? അപ്പോൾ കുരുവി എന്ത് ചെയ്തു? കുരുവി വീണ്ടും എന്ത് ചെയ്തു? വെള്ളം കൊണ്ടുപോയി ഒഴിക്കായിരുന്നു. അപ്പോൾ ഈ പ്രയോഗം തെറ്റാണ്. മഴദേവൻ കുരുവിയെ പരിഹസിച്ചു. തന്നെ കൊണ്ടാവുന്നത് താൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം മഴദേവൻ കുരുവി എന്ത് ചെയ്യായിരുന്നു? പരിഹസിക്കുകയായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതിനകത്തുള്ള ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം ശരിയാണ്. ഓപ്ഷൻ 1 നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു, ഓപ്ഷൻ 4 ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് രണ്ടും ശരിയാണ്. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻസിലേക്ക് വരുന്നു. ഓപ്ഷൻ 1ഉം 2ഉം ശരി അല്ല, തെറ്റാണ്. ഓപ്ഷൻ 1ഉം 4ഉം ശരി, നമ്മളെ കണക്ക് പ്രകാരം അത് ശരിയാണ്. എന്നാൽ ബാക്കി ഓപ്ഷൻസ് നോക്കുക. 2ഉം 3ഉം ശരിയാണോ? 2 തെറ്റാണ്, 3 തെറ്റാണ്. തെറ്റ്. എല്ലാം ശരിയാണ്, ആ പ്രയോഗം തന്നെ തെറ്റാണ്. അപ്പം നമ്മുടെ ശരി ഏതാണ്? ബി ആണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും. ആ തുറന്ന പ്രദേശത്ത് ഒറ്റക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. 3 മാർക്കിന്റെ ചോദ്യമാണ് ഇനി ഉണ്ടായിരിക്കുക. 3 × 3 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. കൊച്ചു ദേവദാരുവിനെ മനുഷ്യഭാവത്തിലാണോ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതിന് കൂട്ടുകാർ, ചുണ്ടലികൾ, കിളികൾ ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് ഒറ്റപ്പെടൽ ആർക്ക് അനുഭവപ്പെട്ടിട്ടില്ല? ദേവദാരുവിന് അനുഭവപ്പെട്ടിട്ടില്ല. 3 മാർക്ക് സെറ്റാണല്ലോ. മരങ്ങളെ അവതരിപ്പിച്ചതിന്റെ ഭംഗി കണ്ടെത്തി എഴുതുക. ഇരുമരങ്ങളീ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടിച്ചിരുണ്ട പച്ചില തഴപ്പുമായി നിൽക്കും ഒരേ നിലാവ് വീണവയുടെ ഇല തലപ്പുകൾ മിന്നും. റഫീഖ് അഹമ്മദ്. ഞാൻ ചൊല്ലിയമാതിരല്ല കേട്ടോ, അവിടെ മരത്തിനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ ഉത്തരത്തിനകത്ത് റഫീഖ് അഹമ്മദിൻ്റെ മരവർണ്ണന എടുക്കുക. അതിനുശേഷം നമ്മുടെ കൊച്ചു ദേവദാരുവിലെ വർണ്ണന എടുക്കുക.
എന്താ പറയുന്നതെന്ന് ഒരൊറ്റ വരിയിൽ എന്ത് ചെയ്യാതെ നീ പറഞ്ഞാൽ മതി. രണ്ട് ഭാഗത്തുനിന്നും നമ്മളൊരു അഭിപ്രായം എഴുതി വെക്കുക. ഉത്തരം സെറ്റ്. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. കുരുവിയുടെ പ്രവൃത്തി നൽകുന്ന സന്ദേശം. നമ്മളെ പാഠഭാഗത്തു നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യാണ്. കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. ഈ നാട്ടറിവുകൾ വിലയിരുത്തുക. നമുക്കറിയാവുന്നതാണ്, നേരിട്ടുള്ള ചോദ്യം തന്നെയാണ്. തന്നിരിക്കുന്ന പ്രകൃതിയോട് നമുക്കുണ്ടാവേണ്ട സമീപനം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതി നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തോടു കൂടിയുള്ള മനോഭാവത്തോടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ നോക്കി കാണേണ്ടതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഉത്തരത്തിനകത്ത് പരാമർശിക്കും. കാട്ടുതീ പടർന്നപ്പോൾ കുരുവിയും മഴദേവനും ഒരുപോലെയാണോ പ്രതികരിച്ചത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പുതിയ മാറ്റമൊന്നുമില്ല. ഇത് വേറിട്ട ചോദ്യമാണ്, നമുക്ക് കാണാത്ത ചോദ്യമാണ്. 8ാം ക്ലാസ്സിൽ ഇതുവരെ ഉണ്ടാവാതിരുന്ന ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന കഥാഭാഗം വായിച്ച് തുടർന്ന് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കഥ വായിക്കുക. അല്ലെങ്കിൽ കഥയല്ലാത്ത ഗദ്യരൂപങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളെല്ലാം ഐക്യമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേനപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 നാളായി പ്രാണനും കൊണ്ട് കര പറ്റിയിട്ട്. ആദ്യം പുരക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്ന് ഇറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി. ഇങ്ങനെ പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ആളുകളും വളർത്തുമൃഗങ്ങളും എല്ലാം ഒരു ശണ്ഠയുമില്ലാതെ ഐക്യത്തോടെ കഴിയാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? ആ നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കാണ്. നമുക്ക് ആശയം കിട്ടിയിട്ടുണ്ട് അല്ലേ? പ്രതിസന്ധി ഉണ്ടായിട്ടും ചേന്നപ്പറയൻ കൂരക്ക് പുറത്തു പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം അവൻ്റെ തമ്പുരാൻ 3 നാളായി പ്രാണനും കൊണ്ട് പോയിട്ട് അവിടുന്ന് വെള്ളം പെട്ടെന്ന് ഇറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടുന്ന് പോയാൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ ആണുങ്ങൾ കൊണ്ടുപോകും. അത് മേടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവൻ അവിടെ നോക്കിയിരുന്നത്. ചേന്നപ്പറയൻ്റെ അപകടാവസ്ഥയ്ക്ക് കാരണം വെള്ളപ്പൊക്കം മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അല്ല, അന്നത്തെ ജാതി വ്യവസ്ഥയാണ്, അടിയാൻ വ്യവസ്ഥയാണ്, കുടിയാൻ വ്യവസ്ഥയാണ്. അതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള അപകടത്തിന് കാരണം. ഓക്കെ, ദെൻ തലക്കെട്ട് ഉചിതമായൊരു പത്രവാർത്ത തയ്യാറാക്കുക. നിങ്ങൾക്ക് പരിചയമുള്ളതാണ് പത്രവാർത്ത അല്ലേ? പത്രത്തിനൊരു തലക്കെട്ട്, സംഭവം നടന്ന സ്ഥലം വിശദമാക്കുക. ദെൻ ഇവിടെ നോക്കിക്കുക, 12 ഒരു കാർട്ടൂൺ, 2 കാർട്ടൂൺ ഉണ്ട്. ഇൻസ്റ്റയൊക്കെ അന്നുണ്ടാവും, അല്ലാതെ എങ്ങനെയാ കുരുക്ഷേത്ര യുദ്ധമൊക്കെ സംഘടിപ്പിച്ചത്? ശരിയാ, ഗ്രൂപ്പ് ഉണ്ടാക്കി വെല്ലുവിളിച്ച് അടി സെറ്റാക്കാൻ പെടുന്ന പാട് നമുക്കേ അറിയൂ. വാ ബ്രോ, ഇതൊക്കെ ഒരു രസമല്ലേ? ലഹരി. റീൽസിനായി കുടിവെള്ള ടാങ്കിൽ ഇറങ്ങി കുളി. യുവാക്കളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച നാട്ടുകാർ. കാർട്ടൂണുകളും വാർത്തയും ശ്രദ്ധിച്ചല്ലോ. സമകാലിക സംഭവങ്ങൾ കൂടി വിശകലനം ചെയ്ത് ലഹരിക്കെതിരെയുള്ള നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാനുള്ള പ്രഭാഷണത്തിന് മാർക്ക് ഇടണമെങ്കിൽ പ്രഭാഷണത്തിൻ്റെ ഘടന, ഭാഷ അല്ലേ, അവസാനം എന്താണ്, അത് സംഗ്രഹിക്കുക, ചുരുക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യണം. ഏറ്റവും അവസാനം നന്ദി പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നിർത്തുക. ഓക്കെ, സെറ്റ്. ഇതൊക്കെ നമുക്കുണ്ടാകേണ്ട അടുത്ത ഉപന്യാസം 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത്രയുമാണ് ചോദ്യ മാതൃക. സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓർമ്മയിൽ എന്ത് ചെയ്യുക, വെച്ചേക്കുക. ഓക്കെ, സെറ്റല്ലേ? അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് ഒക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. ഇതാണ് ചോദ്യ മാതൃക. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. താങ്ക്